ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു റേഹാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 വിഭവങ്ങളാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മധുരം വെച്ചിട്ട് തുടങ്ങാം. ഇതിനാണെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നൊരു സ്നാക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്ത റവയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ തേങ്ങ എടുത്താലും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ മിക്സ് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് ഞാനൊരു പാനിൽ 1/4 കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് 2-3 ഏലക്ക ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ ഏലക്ക ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് ഇനി ഏലക്കയ്ക്ക് പകരം ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റവയുടെയും തേങ്ങയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണമെന്നൊന്നുമില്ല, നല്ല ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ പഞ്ചസാരയാണ്. അതൊരു പാകത്തിനുള്ള മധുരം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. എന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പം ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യ് ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല, ഓയിലായാലും മതി. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും തടവിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് നമുക്കിതുപോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി വെക്കുമ്പം ആ പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവർ തട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാവാൻ വെച്ചിരുന്നു. നല്ല ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വീറ്റ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. സ്പൈസി റവ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുറക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള വലിയുള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിയണം. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില ഇതുപോലെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 മീഡിയം സൈസുള്ള പൊട്ടാറ്റോ ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. ഇനി അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 കപ്പ് ചിക്കൻ വേവിച്ച് ഇതുപോലെ നന്നായിട്ട് പിച്ചിയെടുത്തതാണ്. ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കനും അതുപോലെ തന്നെ കിഴങ്ങും ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടെടുത്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെള്ളമല്ല ചേർക്കുന്നത്, അധികം പുളിയില്ലാത്ത കട്ടത്തൈരാണ് ചേർക്കുന്നത്. ഇതൊരു 1/2 കപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്ത് നോക്കാം. എന്നിട്ട് പാകത്തിന് നനഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. ഞാനിവിടെ 1 കപ്പ് എടുത്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. റവയായതുകൊണ്ട് നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നാലും കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി റവയൊന്ന് സോക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് നേരം മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു വടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം വേണം നമുക്കിതുപോലെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി വെക്കുന്ന പാത്രത്തിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എങ്കിലേ അത് അതിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പം ഇതിലേക്ക് ചിക്കൻ ചേർക്കണമെന്നൊന്നുമില്ല. ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ചേർത്തതാണ്, കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ മാറ്റാം. ഇപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവാൻ വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്നായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ സ്നാക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം നമ്മുടെ റവ തീരെ വെന്തിട്ടില്ല. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആവുകയും ചെയ്യും, അകത്ത് വേവാതെയും വരും. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേണം ഇത് വേവിച്ചിട്ടെടുക്കാൻ. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കിയിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ 2 സ്നാക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.